Chapter 6 More about Python. Python is a general purpose programming language. It is very simple, flexible, and easy to understand. It is used to build desktop, web applications, and mobile applications. പൈത്തൺ ആണ് ഇപ്പോൾ കറൻ്റ്ലി എന്താ പറയുക ട്രെൻഡിൽ നിൽക്കുന്ന ഹൈ ലെവലിൽ നിൽക്കുന്ന ലാംഗ്വേജ്. ഇത് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഏത് ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പൈത്തൺ യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഫ്ലെക്സിബിൾ and easy to understand. It's very simple language and there is not much complication, so it is very easy to understand and easy to learn. അതുകൊണ്ട് തന്നെ ഏതൊരു ആപ്ലിക്കേഷൻസും ഡെസ്ക്ടോപ്പിലുള്ള വേർഡ് പ്രോസസ്സറും മറ്റുമാകട്ടെ, വെബ് ആപ്ലിക്കേഷൻസ് ആയാലും ബ്രൗസേഴ്സും മറ്റുമാകട്ടെ, അല്ല മൊബൈൽ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഏത് ചാറ്റ് ബോട്ടായിരുന്നാലും എന്തായിരുന്നാലും വാട്സപ്പ് അതുപോലുള്ള എന്തായിരുന്നാലും നമുക്കിപ്പോൾ പൈത്തൺ യൂസ് ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ആപ്ലിക്കേഷൻസ് പോലും ചെറിയ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. പൈത്തണിൽ 2 എക്സിക്യൂട്ടബിൾ വിൻഡോസാണുള്ളത്. 2 രീതിയിൽ നമുക്ക് പൈത്തണിൽ എക്സിക്യൂഷൻ ചെയ്ത് കാണാൻ പറ്റുന്ന ഔട്ട്പുട്ട് കാണാൻ പറ്റുന്ന വിൻഡോസിനെയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് പൈത്തൺ ഷെൽ വിൻഡോ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പൈത്തൺ എഡിറ്റേഴ്സ് വിൻഡോ. പൈത്തൺ ഷെൽ വിൻഡോയിൽ 2 ആരോ മാർക്ക് ലെസ് ദാൻ സിമ്പിൾ പോലുള്ളത് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് പ്രിൻ്റ് ചെയ്യേണ്ടതോ എന്തെങ്കിലും ഫങ്ഷൻസ് ആണെങ്കിൽ കൊടുത്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എഡിറ്റേഴ്സ് വിൻഡോയിൽ ഫുൾ പ്രോഗ്രാം ചെയ്തിട്ട് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇവിടെ കാണാം 2 വിൻഡോസ്. ഇതാണ് 2 വിൻഡോസ്. മുകളിൽ കിടക്കുന്നത് ഇൻട്രാക്റ്റീവ് മോഡ് അല്ലെങ്കിൽ ഷെൽ, പൈത്തൺ ഷെൽ വിൻഡോ. ഞാൻ പറഞ്ഞില്ലേ ഈ ലെസ് ദാൻ സിമ്പിൾ ഉണ്ടാകും, അതിൽ എഴുതിയിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. അടുത്തത് വന്നിട്ട് സ്ക്രിപ്റ്റ് മോഡ് അല്ലെങ്കിൽ പൈത്തൺ എഡിറ്റർ വിൻഡോ എന്ന് പറയും. അവിടെ നമുക്ക് ഫുൾ പ്രോഗ്രാംസൊക്കെ എഴുതിയതിന് ശേഷം നമുക്ക് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യാൻ പറ്റും. ഇതിലാണ് 2 എക്സിക്യൂട്ടബിൾ വിൻഡോസ്, ഷെൽ ആൻഡ് സ്ക്രിപ്റ്റ് എഡിറ്റർ വിൻഡോ. നെക്സ്റ്റ് വി വിൽ സി വാട്ട് ഈസ് പൈത്തൺ ഇൻഡൻറ്റേഷൻ. ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മാർജിനിൽ നിന്നും ലൈൻ എഴുതാൻ തുടങ്ങുന്നത് വരയ്ക്കുമുള്ള സ്പേസ്, ആ സ്പേസിങ്ങിനെയാണ് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. As you know, Python is a case-sensitive programming language. What is case-sensitive? Case-sensitive means പ്രോഗ്രാം ലാംഗ്വേജിന് കുറേ റൂൾസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നല്ലോ. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ എഴുതേണ്ടതാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം. Why we are using indentation means it is easy to read. ഏത് ഫങ്ഷൻ എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു, ഇല്ല മെയിൻ ഫങ്ഷൻ ആണോ, അതിൻ്റെ മെയിൻ ഫങ്ഷൻ അകത്തുള്ള ഇന്നൊരു ഫങ്ഷൻ ആണോ, ആ കോഡിൻ്റെ പ്രത്യേകത അനുസരിച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ഇൻഡൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? മാർജിനിൽ നിന്നും കോഡിൻ്റെ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള ആ സ്പേസിനെയാണ്, വിടുന്ന സ്പേസിനെയാണ് നമ്മൾ ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പൈത്തൺ കമൻറ്റ്സ്. ചില സമയത്തിടയ്ക്ക് നമ്മൾ കമൻറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. ചില ലൈൻസ് ആഡ് ചെയ്യാറുണ്ട്, ടെക്സ്റ്റ് ലൈൻസ് ആഡ് ചെയ്യാറുണ്ട്. കമൻറ്റ് ഇസ് എ ടെക്സ്റ്റ് ആഡഡ് ബൈ ദ പ്രോഗ്രാമർ വൈൽ റൈറ്റിംഗ് എ കോഡ്. കമൻറ്റ്സ് മേക്ക് code maintenance easier. It tells about the function of the code. Compilers does not execute the sentence written after this hash symbol. So why we are using this comment? പ്രോഗ്രാമേഴ്സ് കമൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു മാർക്സിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചോളൂ. ഞാൻ ആദ്യമേ കുട്ടികളുടെ മാർക്സൊക്കെ വാങ്ങിയതിന് ശേഷം പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ചെയ്യാനുള്ള കാൽക്കുലേഷൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ആദ്യം ഞാൻ മാർക്സ് മേടിക്കുന്നതിന് തൊട്ട് മുമ്പ് റിട്രൈവിങ് ഓർ ഗെറ്റിംഗ് മാർക്സ് എന്ന് പറഞ്ഞ് നമുക്ക് കമൻറ്റ് കൊടുക്കാം. അതുപോലെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ ഇക്വേഷൻ നമ്മൾ എഴുതുമല്ലോ, അതിന് മുമ്പ് എന്താ എഴുതേണ്ടത്? കാൽക്കുലേറ്റിംഗ് പെർസെൻറ്റേജ് എന്ന് കമൻറ്റ് കൊടുക്കാം. എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്? നമ്മളെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് റൺ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് നോക്കിക്കൊണ്ട് മനസ്സിലാവും, ഓക്കെ ഈ കമൻറ്റിന് ശേഷം കൊടുത്തിരിക്കുന്നത് ഇന്ന കാര്യങ്ങളാണ്, ആ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെഡിങ്, നമ്മൾ സാധാരണ ഹെഡിങ് പറയത്തില്ല അതുപോലെ.
അപ്പോൾ ആ കമൻറ്റിൽ നിന്ന് മനസ്സിലാവും ഓക്കെ ഈ പോർഷനിലാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ പോർഷനിൽ വന്ന് ചെയ്താൽ മതി. ഫുൾ കമൻറ്റിരുന്ന് കോഡിരുന്ന് വായിച്ച് നോക്കേണ്ട ആവശ്യം ഇല്ല. ഇനി പറയുന്നു ഈ കമൻറ്റിന് തൊട്ട് മുമ്പ് നമ്മൾ ഹാഷ് ചേർക്കുമെന്ന്. ഇവിടെ ഞാനൊരു കോഡ് കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഈക്വൽ ടു 450, സ്പീഡ് ഈക്വൽ ടു EVAL ഇൻപുട്ട്. അതൊരു പ്രോഗ്രാമിംഗ് കോഡാണ്. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, ഹാഷ് ടു ഇൻപുട്ട് സ്പീഡ് ഫ്രം യൂസർ. കണ്ടോ? നെക്സ്റ്റ് ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലും ഹാഷ് കാൽക്കുലേറ്റ് ടൈം ടേക്കൺ. സോ ഇതാണ് ആ ഓരോ കോഡ് ലൈനും എന്തിനെ സ്പെസിഫൈ ചെയ്യുന്നു, എന്ത് ഫംഗ്ഷൻ അവിടെ നടക്കുന്നു എന്നാണ് ഞാൻ ഈ ഹാഷ് ഇട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കമൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഹാഷ് ആഡ് ചെയ്യുന്നത്. ഇനി ഈ ഹാഷ് ആഡ് ചെയ്യുന്നത് കൊണ്ട് പ്രോഗ്രാമിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ? ഹാഷ് ആഡ് ചെയ്യുന്നത് കൊണ്ട് പ്രോഗ്രാമിൽ ഒരു ചേഞ്ചും വരത്തില്ല. ഇൻ്റർപ്രിറ്റർ തന്നെ മനസ്സിലാക്കിയെടുക്കും ഹാഷിന് ശേഷം കൊടുത്തിരിക്കുന്നത് കമൻ്റാണ്, അത് എക്സിക്യൂട്ട് ചെയ്യണ്ട, അത് പ്രോഗ്രാം കോഡല്ല, അതൊരു കമൻറ്റ് കൊടുത്തിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലൈനിന് തൊട്ട് മുമ്പ് തന്നെ ഹാഷ് എന്നുള്ള സിമ്പൽ ആഡ് ചെയ്യുന്നത്. മറന്നു പോകരുത്, കമൻറ്റിന് തൊട്ട് മുമ്പേ ഹാഷ് എന്നുള്ള സിമ്പൽ ആഡ് ചെയ്യണം. കമൻറ്റ് യൂസ് ചെയ്യുന്നത് ആ കമൻറ്റിന് ശേഷം എന്ത് ഫംഗ്ഷനാണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, വേരിയബിൾസ് ആൻഡ് പൈത്തൺ. വേരിയബിൾസ് ആർ ദ റിസർവ്ഡ് മെമ്മറി ലൊക്കേഷൻസ് where we can store values. This means that when we create a variable, we reserve a space in a memory. We already discussed this variable in a program coding chapter. ഇല്ലേ? എന്താണ് നമ്മൾ ചെയ്യുന്നത്? വേരിയബിൾ അച്ചീവ് ചെയ്യുന്നത്, റിസർവ് ചെയ്യുന്നത്. വേരിയബിൾ എന്തിനാണ് എടുക്കുന്നത്? ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് മെമ്മറിയിൽ ഒരു സ്പേസ് എടുക്കുന്നു. അതിനാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ആണല്ലോ, ഒരു സ്പേസ് നമ്മൾ റിസർവ് ചെയ്തിടുന്നു ആ വേരിയബിൾ വെച്ചും കൊണ്ട്. എന്തിനാ? നമ്മൾ കൊടുക്കുന്ന വാല്യൂ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പൈത്തൺ വേരിയബിൾസ് ഡു നോട്ട് നീഡ് എനി ഡിക്ലറേഷൻ ടു റിസർവ് മെമ്മറി സ്പേസ്. നേരത്തെ നമ്മൾ പഠിച്ചതിൽ നമ്മൾ ഡിക്ലറേഷനും ഇനിഷ്യലൈസേഷനും പഠിച്ചു. ഓർമ്മയുണ്ടായിരിക്കും. ഡിക്ലെയർ ചെയ്യുക, എൻഡ് എ എന്ന് ഡിക്ലെയർ ചെയ്യുക ഇൻറ്റീജർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? CHAR A എന്ന് ഡിക്ലെയർ ചെയ്താൽ അതൊരു ക്യാരക്ടർ ആണെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ A ഈക്വൽ ടു 5 ഇൻറ്റീജറാണെങ്കിൽ A ഈക്വൽ ടു 5 എന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് പൈത്തണ് ഡിക്ലറേഷൻ കൊടുക്കണ്ട, ഡയറക്റ്റ് നമുക്ക് വേരിയബിളിൽ വാല്യൂ കൊടുക്കാം. ഓക്കെ, ഇവിടെ തന്നെ എക്സാമ്പിൾ നോക്കിക്കോളൂ. എക്സ് ഈക്വൽ ടു 50 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജറാണ്. ഇൻറ്റീജർ ഡയറക്റ്റ്ലി നമ്മൾ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് കൊടുത്തിരിക്കുന്നു. അതിന് മുമ്പ് ഒരു ഡിക്ലറേഷനും കൊടുത്തില്ല. നേരത്തെ നമ്മൾ വേറെ പ്രോഗ്രാമിംഗ് പഠിച്ചപ്പോൾ നമ്മൾ എന്തായാലും ഡിക്ലറിങ് കൊടുക്കണമെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? ഇൻഡെക്സ് എന്ന് ആദ്യം കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് എക്സ് ഈക്വൽ ടു 50 എന്ന് കൊടുക്കണമായിരുന്നു. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ നെക്സ്റ്റ് നോക്കിക്കേ, നെയിം ഈക്വൽ ടു ബെറ്റി എന്ന് കൊടുത്തിരിക്കുന്നു. ബെറ്റി എന്തിലാണ് വന്നിരിക്കുന്നത്? ബെറ്റിക്ക് ഒരു ഡബിൾ കോട്ട്സ് കൊടുത്തിട്ടുണ്ട്, അത് മറക്കരുത്. നെയിം ഈക്വൽ ടു ബെറ്റി എന്ന് കൊടുത്തിരിക്കുന്നു. പക്ഷേ നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് വാല്യൂ ആണല്ലേ. ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷനുമായിട്ട് പറയുന്നത് നമ്മൾ സ്ട്രിങ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രിങ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. സ്ട്രിങ് നെയിം എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതിൻ്റെ പകരം എന്തായി? നെയിം ഈക്വൽ ടു നേരെ കൊടുത്തു. വാല്യൂ എന്താണ്? ബെറ്റി എന്നുള്ള വാല്യൂ നെയിമിലേക്ക് നേരെ അസൈൻ ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പൈത്തൺ വിൽ ക്രിയേറ്റ് എ സ്പേസ് ഫോർ ദിസ് വേരിയബിൾ ആൻഡ് വിൽ അലൊക്കേറ്റ് ദ വാല്യൂ ടു ദ വേരിയബിൾ സ്പേസ്. ഒരു സ്പേസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആക്കിയിട്ട് ആ സ്പേസിൻ്റെ പേര് വേരിയബിളിൻ്റെ പേരും കൊടുക്കും. ആ സ്പേസിലേക്ക് നമ്മൾ ഏത് വാല്യൂ ആണോ കൊടുക്കുന്നത് ആ വാല്യൂ ആ സ്പേസിൽ കൊണ്ട് വെക്കുകയും ചെയ്യും. പൈത്തൺ ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഇവിടെ ഡിക്ലറേഷൻ്റെ ആവശ്യം ഇല്ല. അതേസമയം നമ്പേഴ്സ് അസൈൻ ചെയ്യുമ്പോൾ ഡയറക്റ്റ് കൊടുക്കാം. പക്ഷേ സ്ട്രിങ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ കോട്ട്സിനകത്ത് തന്നെ കൊടുക്കണം. അത് മറക്കരുത്. ദെൻ പൈത്തൺ ഓപ്പറേറ്റേഴ്സ്. You have come across some of the operators in the program coding session itself. Here are some more: arithmetic operators, assignment operator, comparison operator, logical operator, identity operator, membership operator and bitwise operator. ഈ ഓരോ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് നോക്കുന്നുണ്ട് കമ്മിങ് സെഷനിൽ. അത് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ പൈത്തനെ കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. പൈത്തൺ ഒരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണ്. വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ജനറൽ പർപ്പസ് ലാംഗ്വേജ്? ബിക്കോസ് we can create any application, any
type of application, desktop ആയാലും മൊബൈൽ ആയാലും വെബ് ആയാലും എനി ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ, ഗെയിംസ് ആയാലും എല്ലാം നമുക്ക് പൈത്തൺ യൂസ് ചെയ്തും കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് and it is easily to understand and flexible. It has two types of execution windows. First one is Python shell window and next one is editor window, or it can be called as interactive mode and script mode. And we have come across what is comment. Comment is a programming line codes which never been executed by an interpreter, and it will start with a hash symbol. And indentation is a space given from margin to the starting of the code. Next session we will see about the operators. For now I am winding up. Thank you. If you have any doubt, you can contact me directly.